എടി 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 എന്താ? ഞാൻ ഇന്ന് പുലർച്ചയ്ക്ക് ഒരു സ്വപ്നം കണ്ടു. അയിന് ഞാൻ മാൽദീവ്സിൽ ബിക്കിനിട്ട് ചില്ല് ചെയ്യുന്നു. ഒറ്റയ്ക്കോ? അല്ലടി, നീയും ഞാനും കുറച്ച് പൈസയും കുറെ തുണിയും കൊണ്ട് മാൽദീവ്സിൽ നമ്മളൊരു റിസോർട്ടിൽ പോയി. അവിടെ ചെന്നപ്പോ അവര് നമ്മൾ രണ്ട് കൈയും വെട്ടി സ്വീകരിക്കുകയാണ്. കണ്ണ് നിറഞ്ഞു പോയി നമ്മുടെ. എന്നിട്ട് നമ്മൾ കണ്ണട വെച്ചിട്ടായിരുന്നത് അവിടെ. എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ആ നിറഞ്ഞ കണ്ണ് ഉന്തി തള്ളി പുറത്തേക്ക് വന്നു. അത്രയും സീൻ. ആദ്യത്തെ റൂം പൂൾവില്ലായിരുന്നു. റൂമിൽ നിന്ന് ഇറങ്ങിയ പൂളിൽ നിന്ന് ഇറങ്ങിയ നേരെ കടല്. ഞാൻ ഇറങ്ങി അങ്ങോട്ട് ഓടി, കൈ കിട്ട തുണിയൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് ബാത്റൂമിന്റെ ഒക്കെ ഒരു ലുക്കേ. പിന്നെ ഇൻഫിനിറ്റി പൂളായി, അവിടുന്ന് നേരെ കടലായി. എന്റെ അമ്മയൊന്നും പറയണ്ട. ഇടി നീല കളർ വെള്ളാടി അവിടെ മൊത്തം. എന്നിട്ടുണ്ടല്ലോ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് എണീറ്റ് വീണ്ടും ഞാൻ കടലേക്ക് ഇറങ്ങിയോടി. ഒരു സ്ഥലത്ത് ഇളം നീല, അതിന്റെ ഇപ്പുറത്ത് കരിനീല, അതിന്റെ അപ്പുറത്ത് കടും നീല. എന്താ കളർ ഇഷ്ട. സ്വസ്ഥമായ അന്തരീക്ഷം, വയറ് നിറച്ചും ഭക്ഷണം. DMC മാൽദീവ്സ് ആണ് നമുക്ക് ഇതൊക്കെ റെഡിയാക്കി തന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര നല്ല രീതിക്കാട്ടോ പെരുമാറുന്നത്. പുട്ടിന് തേങ്ങട്ട പോലെ കുറെ വില്ലാസ് ഉണ്ട്. പാട്ട് വേണോ? ഉണ്ട്. ഡാൻസ് വേണോ? അതുമുണ്ട്. ജിമ്മ് വേണോ? ജിമ്മ് ഉണ്ട്. ഷട്ടിലുണ്ട്, ബാഡ്മിന്റൺ ഉണ്ട്, പിന്നെ ബാസ്കറ്റ് ബോൾ ഉണ്ട്, പിന്നെ വേറെ നടക്കിയ സാധനങ്ങളുണ്ട്, വാട്ടർ സ്പോർട്സ് ഉണ്ട്. ഇവിടുത്തെ മനുഷ്യന്മാരൊക്കെ ഫുൾ ടൈം ആക്റ്റീവാണ്. നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ വണ്ടി കയറി അവിടെ പോവും ഇവിടെ പോവും. ഇതുപോലത്തെ സ്ഥലത്ത് കൂടെ ആയിട്ടോ പോണത്. ഫുഡ് കഴിക്കാനാണോ പോണത്? ഭക്ഷണത്തിനൊക്കെ എന്താ രുചി. നിനക്കൊരു കാര്യം അറിയോ? കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് ഓൺലി. നമ്മുടെ പൂൾ വില്ലയില് അവർ ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തന്നു. ആ സന്തോഷത്തിൽ നമ്മൾ വീണ്ടും കടലിലേക്ക് ഇറങ്ങി ഓടി. ഞാൻ കുളിച്ചു. മൊത്തത്തിൽ തിരക്കുന്നൊക്കെ മാറിയൊരു റിലാക്സിങ് വൈബ്. അങ്ങനെ 2 ദിവസം പൂൾ വില്ലയിൽ നിന്നതിന് ശേഷം 3-ാമത്തെ ദിവസം നമ്മൾ വാട്ടർ വില്ലേക്ക് മാറി. പിന്നെ ഒരു 1.5 സ്പാ. അവിടെ ചെന്നപ്പോഴേ അവര് നമുക്ക് ഒരേപോലത്തെ കുപ്പായം തന്നു. ഞാൻ ചോദിച്ചു ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തരുമെന്ന്. പക്ഷെ ഒരു തന്നില്ല. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടായിരുന്നേ. സ്പാ എന്നൊക്കെ പറഞ്ഞാൽ 1 സ്പാ കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം കിളികളായി. നീ പറഞ്ഞാൽ വിശ്വസിക്കൂല, നമ്മുടെ പുതിയ വില്ലയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങാൻ പറ്റും. എന്നിട്ട് നമ്മൾ കടലിൽ കൂടെ കപ്പലണ്ടി കിട്ടിയില്ല, വെറുതെ നടന്നു. നീ നിൽക്കണം നിപ്പ് കണ്ട. രാത്രി ആയപ്പോൾ നമ്മൾ ഒരുങ്ങിക്കെട്ടി ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒത്തന്റിക് ഇറ്റാലിയൻ ഭക്ഷണം കഴിച്ചു. അങ്ങനെ കത്തിക്കൽ കഴിഞ്ഞു. 3 ദിവസത്തെ സ്വർഗതുല്യമായ ജീവിതത്തിന് വിരാമം ഇട്ടുകൊണ്ട് കണ്ണീരോടുകൂടി നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയി. അവിടെ നിന്ന് വിമാനം പിടിച്ചു. പൊലച്ചിക്ക് കണ്ട സ്വപ്ന നടന്നാ മതിയായിരുന്നു അല്ലേ? ബാ വന്ന് ഉള്ളി വരി.